കർണാടകയിൽ ഉണ്ടായ ഒരു ഡാം. അതും സുർക്കി മിശ്രിതത്തിൽ പണിതിരിക്കുന്ന ഡാമാണ്. അത് 71 വർഷമേ ഇതുവരെ നിലവിലായിട്ടുള്ളൂ ആ ഡാം പണിതിട്ട്. 71 വർഷമായ ഡാം അതിന്റെ ഗേറ്റ് തുറന്നപ്പോൾ സംഭരണശേഷി ഇതിലും കൂടുതലുണ്ട്. വലിയ ഡാമാണ്. അത് വെള്ളത്തിന്റെ പ്രഷർ കൂടുതലുള്ളതാണ് ആ ഡാമിലേക്ക്. നമുക്ക് അതിന്റെ 3D മാപ്പ് വ്യൂ ഇട്ട് കഴിഞ്ഞാലും കാണാൻ പറ്റും. അപ്പൊ അതിന്റെ വെള്ളത്തിന്റെ തള്ളലിൽ അത് തകർന്നു പോയി. എന്നെ കൂടുതൽ ആധികാരികമായിട്ട് ഞാൻ പറയുന്നതല്ല. എങ്കിൽ പോലും 71 വർഷം കൊണ്ട് അത് അത്രയും സംഭവിച്ചെങ്കിൽ ഇതിപ്പോ 129 വർഷമായും എന്തുകൊണ്ട് തകർന്നുകൂടാ? ഇത്രയും വിഷയത്തിൽ ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. അത് സർക്കാർ, കേരള സർക്കാർ പറയുന്നില്ല അങ്ങനെ ഭീതി പരത്തുന്ന വാർത്ത വേണ്ട എന്ന് പറയുന്നത്. എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിന് 6 കിലോമീറ്റർ ബേക്കിൽ താമസിക്കുന്ന താന്തൽ ഇതിനെ പറ്റി എന്താണ് പറയുള്ളത്? താന്തൽ ഡാമിനകത്ത് കയറി എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് ഈ അവസരത്തിൽ? ഞാൻ ഈ അടുത്ത ഇടയ്ക്കല്ല ഡാമിൽ കയറിയത്. ഞാൻ 2007, 8, 9 ആ കാലഘട്ടത്തിലാണ് കയറിയത്. അപ്പോൾ വേറെ വർക്കിന്റെ ആവശ്യത്തിന് അപ്പോൾ കൂടെ പോയപ്പോൾ ജസ്റ്റ് കയറി കണ്ടതാണ്. അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാനേ ഉള്ളൂ. അപ്പൊ കണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം നമ്മൾ നാട്ടുകാർക്ക്, പല ആൾക്കാരും ഇവിടെ പല ജോലിക്കായിട്ടും പോയവർക്കെല്ലാം ഒരു ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യങ്ങളാണ് ഇത്. പിന്നെ രണ്ടാമത് ഡാം പൊട്ടും എന്ന് പറയാനുള്ളൊരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ ഡാം പണിത് ആൾക്കാർ അത്രയും എഞ്ചിനീയർ കാര്യങ്ങളുമാരാണ് ഡാം പണിതിരിക്കുന്നത്. അവരന്ന് പറഞ്ഞിരിക്കുന്ന ആയുസ് 50 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പം 100 വർഷം കഴിഞ്ഞ് 129 വർഷമായിട്ടുണ്ട്. ഇപ്പം ഡാം പണിതിന് ശേഷം 129 വർഷമായി. സുർക്കി മിശ്രിതമായിട്ടുള്ള ഡാമാണ്. അപ്പം ഇതിനെ ചുമ്മാ ഇരിക്കുമ്പോൾ അല്ല വെള്ളം നിൽക്കുമ്പോൾ പൊട്ടി പോരാനുള്ള ചാൻസിനെ അല്ല ഞാൻ പറയുന്നത്. ഒരു ഭൂകമ്പമോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ചിലപ്പോൾ ഒരു ബ്രേക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങ് പോരുണ്ടാവും. അതാണ് കാരണം നമുക്കതൊന്നും പ്രവചിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നാളെ ഉണ്ടാകുമോ, ഡാം സേഫ്റ്റി കൂടുതലുള്ളത് കൊണ്ട് അതിനെ തടഞ്ഞു നിർത്തിക്കൊള്ളുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാണ്. നിസാരം പറയാതെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു എക്സാമ്പിൾ പറയും. എൻ്റെ ആ ഇന്റർവ്യൂവിന് ശേഷം ഉണ്ടാകുമ്പോഴാണ് കർണാടകയിൽ ഉണ്ടായ ഒരു ഡാം. അതും സുർക്കി മിശ്രിതത്തിൽ പണിതിരിക്കുന്ന ഡാമാണ്. അത് 71 വർഷമേ ഇതുവരെ നിലവിലായിട്ടുള്ളൂ ആ ഡാം പണിതിട്ട്. 71 വർഷമായ ഡാം അതിന്റെ ഗേറ്റ് തുറന്നപ്പോൾ സംഭരണശേഷി ഇതിലും കൂടുതലുണ്ട്. വലിയ ഡാമാണ്. അത് വെള്ളത്തിന്റെ പ്രഷർ കൂടുതലുള്ളതാണ് ആ ഡാമിലേക്ക്. നമുക്ക് അതിന്റെ 3D മാപ്പ് വ്യൂ ഇട്ട് കഴിഞ്ഞാലും കാണാൻ പറ്റും. അപ്പൊ അതിന്റെ വെള്ളത്തിന്റെ തള്ളലിൽ അത് തകർന്നു പോയി. എന്നെ കൂടുതൽ ആധികാരികമായിട്ട് ഞാൻ പറയുന്നതല്ല. എങ്കിൽ പോലും 71 വർഷം കൊണ്ട് അത് അത്രയും സംഭവിച്ചെങ്കിൽ ഇതിപ്പോ 129 വർഷമായും എന്തുകൊണ്ട് തകർന്നുകൂടാ? നമുക്കൊരു ഇത് പറയാൻ പറ്റില്ല. കാരണം തകരില്ല എന്നും പറഞ്ഞ് നമുക്ക് സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ പറ്റില്ലാത്ത സാഹചര്യം. കാരണം നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാല് ഇപ്പം വയനാട്ടിലെ നല്ല ഒരു ഏരിയ മാത്രം തിരിച്ച് ഇത്ര സെന്റിമീറ്ററിലധികം മഴ പെയ്തു. അത് ഒരു ഏരിയ തിരിച്ച് മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞു ചെയ്യുന്നുണ്ട്. ഈ ഡാമിന്റെ പരിസരത്തോ കാര്യങ്ങളോ പെയ്തു കഴിഞ്ഞാൽ അത്രത്തോളം വെള്ളം കഴിഞ്ഞ 2018 പ്രളയത്തിന്റെ സമയത്ത് ഷട്ടറിന്റെ ലെവലിന് മുകളിൽ വെള്ളം വന്നു. അതായത് അതാണ് അവർ സഡനായിട്ട് ഓപ്പൺ ആക്കി വിട്ടതും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ പ്രവചിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് മഴയോ കാര്യങ്ങളൊക്കെ വരുന്നതും ഒരു ഭൂകമ്പം ഉണ്ടാവുന്നതും. നമുക്ക് ഇതിനെല്ലാം തരണം ചെയ്ത് നമ്മളിവിടെ സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയോ കാര്യങ്ങളോ നമ്മൾ വിശ്വസിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. അതാണ് ഞാൻ നമ്മൾ വിഷയം മറ്റൊരു കാര്യം ചോദിച്ചു. ഡാമിന് വളവ് ഉണ്ട് എന്നൊരു പ്രചരണം ഇപ്പൊ ഈ ഇടക്കാലത്ത് പറഞ്ഞുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടോ? അതിനെപ്പറ്റി എനിക്കത് അധികാരമായിട്ട് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ മാപ്പിന്റെ ഒരു കൊണ്ടായിരിക്കും. അതിനെപ്പറ്റി നമുക്ക് അറിയാൻ പറ്റും. ഡാം അങ്ങനെ വളയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഡാം വളയുമെന്ന് പ്രതീക്ഷിക്കില്ല. ഓക്കെ, ഡാം പൊട്ടും എന്നൊരു വാർത്ത പ്രചരിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് ഒരു ഭീതിയുണ്ടോ? നാട്ടുജനങ്ങൾക്ക് ഇപ്പോഴല്ല, പണ്ടായിരുന്നു ഭീതി. ഇപ്പം നാട്ടിൽ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ച പോലെ തന്നെ ഈ വള്ളക്കടവ് ഏരിയയിലെ ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും പറയും പോവാണെങ്കിൽ മുഴുവൻ കൊണ്ടുപോകാം. ഞങ്ങൾ ഒരാളെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ ബാക്കി വെച്ചിട്ട് പോയേക്കരുത്, പോവാണെ പൊട്ടി പോട്ടെ എന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പം പലരും ഞാൻ ഇവർക്ക് കൊടുത്ത ഇന്റർവ്യൂവിന്റെ കമന്റ്സിനകത്ത് നിങ്ങൾക്ക് സമരം ഇരുന്നു കൂടെ എന്ന് വരെ പറഞ്ഞു ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ആ സമയത്ത് ചെയ്ത സമരം ഈ നാട്ടിൽ ഒരുത്തിനും ചെയ്തിട്ടില്ലാത്ത സമരമാണ് ഞങ്ങൾ പറയുന്നത്. ഓഗസ്റ്റ് 15 ഇവിടെ സമരം ഉണ്ടെന്ന് വാർത്ത പുറത്തു വരുന്നുണ്ട്. ഉണ്ട്. ഇവിടെ ഒന്നല്ല, ഓൾ പാലങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സമരം പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇത്രയും ഭീതി പരത്തുമ്പോഴും നിങ്ങൾ ജനങ്ങൾ എന്തുകൊണ്ട് സമരത്തിന് ഇറങ്ങുന്നില്ല? ഇപ്പോൾ ഒരു മാസമായിട്ടാണ് ഇങ്ങനെ ഈ വാർത്ത പടർന്നത്. വയനാട് ഉരുൾപൊട്ടിയപ്പോൾ 5 വർഷം മുമ്പ് വയനാട് ഇങ്ങനെ സംഭവം ഉണ്ടാവും പറഞ്ഞിട്ട് ആരും ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഇത്ര മരണം നടന്നപ്പോഴാണ് എല്ലാം ശ്രദ്ധിക്കുന്നത്. അതുപോലെയാണ് ഇപ്പൊ ഈ മുല്ലപ്പെരിയാർ ഡാം. അതായത് ഈ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി ഭീതി പരത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല. വയനാട് ദുരന്തത്തിന് ശേഷം മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി ഞങ്ങളല്ല ഫസ്റ്റ് ഭീതി. പല സോഷ്യൽ മീഡിയ ചാനലുകാരുമാണ് ഇതിനെപ്പറ്റി ഫസ്റ്റ് ചർച്ച കൊണ്ടുവന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചത്. അപ്പൊ നമ്മള് എപ്പോഴും പറയുന്ന റെസ്പോൺസ് തന്നെ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴും പറയുന്ന റെസ്പോൺസ് തന്നെ. പിന്നെ സമരം തുടങ്ങുക എന്നുള്ളത് ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് എല്ലാവരും കൂലിപ്പണിക്കാരാണ്. കൂലിപ്പണിക്കാരെന്നല്ല, പുറത്ത് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട്, ഇല്ലാന്നല്ല.
പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് സമരത്തിന് ഇരിക്കുന്ന ആൾക്കാർ അന്നത്തെ ജോലിക്ക് പോകാതെ വേണം സമരത്തിന് ഇരിക്കാൻ വേണ്ടി. അത് ശരിയല്ലേ? അപ്പോൾ കണ്ടിന്യൂസ് നമ്മൾ ഈ ഒരു സമരം തുടർന്ന് പോകുമ്പോൾ ഈ സമരം ഇരിക്കുന്നവരുടെ വീട്ടിലും കുടുംബങ്ങളുണ്ട്, പിള്ളേരുണ്ട്. അന്നത്തെ കാലത്ത് സമരം അത്രയും നാൾ തുടർന്നിരുന്നപ്പോഴും പകുതി ആൾക്കാർ പട്ടിണിയും പരിവട്ടവുമായിരുന്നു. ഒരു കാരണം വിഷയം ഈ മറ്റൊരു ഡാം കാര്യം കിട്ടും എന്നുള്ള മറ്റൊരു കാര്യം പ്രതീക്ഷയിലാണ്. ശ്രദ്ധപ്പെടുത്താം. അതായത് ഇന്നലെ നടന്ന സംഭവമാണ്. വിഷയം അറിയോ അറിയില്ല. കർണാടക തുംഗഭദ്ര ഡാമിന് ചോർച്ച ആ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോഴും ഈ വാർത്ത വരെയാണ് അടുത്തത് മുല്ലപ്പെരിയാർ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അടുത്തത് മുല്ലപ്പെരിയാർ അത് ചാനലിന്റെ ഇത് വേണ്ടി പ്രൊമോഷൻ ഉണ്ട്. പക്ഷെ അതിന്റെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതും തുർക്കി മിശ്രിതത്തിൽ പണിതിരിക്കുന്ന ഡാമാണെന്നാണ് എനിക്ക് കൂടുതൽ അതെ ആധികാരികമായിട്ട് അതെ അറിയത്തില്ല, അതെ. അറിയപ്പെടുന്നത്. ഉം. അപ്പോ ആ ഡാമിന്റെ ആ ഡാമും മുല്ലപ്പെരിയാർ തമ്മിൽ വേറൊരു വ്യത്യാസമുണ്ട്. ആ ഡാം നല്ല നീളമുണ്ട് ഡാമിന്. അതുമല്ല ആ ഡാമിന്റെ വെള്ളം ആ ഒരു വലിയൊരു വാട്ടർ കണ്ടന്റ് തന്നെ ആ ഡാമിനെ നല്ലപോലെ പ്രഷർ ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ്. അത് പിന്നെ സുർക്കി മിശ്രിതത്തിൽ പണിതു 71 വർഷം ആയിട്ടുള്ളൂ. അതാണ് വേറൊരു ഫാക്ട്. അപ്പം അത് തകരാൻ പോസിബിലിറ്റീസ് കൂടുതലുണ്ടെന്ന് കൂടെ വെച്ചു. മുല്ലപ്പെരിയാർ ഞാൻ സേഫ്റ്റി ആണെന്നല്ല പറഞ്ഞത്. അപ്പൊ അവര് 71 വർഷമായപ്പം ജസ്റ്റ് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. ഇത് നമ്മൾ 50 വർഷം അന്ന് പണിത എഞ്ചിനീയർമാർ പറഞ്ഞ ഫാക്ട് കാര്യം ശ്രദ്ധിക്കുന്നില്ല. അന്ന് പണിത എഞ്ചിനീയർമാർക്ക് 50 കൊല്ലം ആയുസുള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് 129 വർഷത്തിൽ നിൽക്കുമ്പം നമ്മൾ അന്ന് പണിത കൂട്ടത്തിലോ ഉള്ള ആൾക്കാരും ഇല്ല. ഡാം പണിത കൂട്ടത്തിലുള്ള ആൾക്കാരും ഇല്ല. അന്ന് പണിത എഞ്ചിനീയർ പറഞ്ഞ ഫാക്ട് 50 കൊല്ലമാണ് ആയുസ് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ ഇനി ഇതിനെ അവിശ്വസിക്കേണ്ട, അല്ലെ വേറെ ആൾക്കാർ ഇപ്പൊ പുതിയ പഠനങ്ങൾ വെച്ചിട്ട് ഇതാക്കി പറയുന്നതാണോ അതിന്റെ ഇതൊന്നും എനിക്കതാ അറിയാൻ പാടില്ല. നമ്മുടെ ഇത്രയും ആൾക്കാരുടെ ജനങ്ങളുടെ ജീവൻ വെച്ച് കൊണ്ടാടുമ്പോഴത്തേനും ഞാനൊരാൾ പ്രതികരിച്ചെന്നേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ ഏതൊരാളുടെ അടുത്ത് ചോദിച്ചാലും സെയിം കാര്യം തന്നെ പറയത്തുള്ളൂ.